ഹലോ, അപ്പോൾ നമ്മളുടെ പാവ് ബജിയുടെ വീഡിയോ കണ്ടാലോ. അപ്പോൾ ഞാനിതാ സബോള ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു പാത്രം നിറയുണ്ടായിരുന്നു, ഈ ഒരു പാത്രം നിറയുണ്ടായിരുന്നു. അതിൻ്റെ മുക്കാൽ ഭാഗം ഞാനെടുത്ത് കാൽഭാഗം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ബട്ടറും ഏതിൻ്റെ ആയാലും ബട്ടർ, അതുപോലെ പച്ചമുളക്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, അതൊക്കെ ഞാൻ ആ സബോള വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ ഉരുളൻകിഴങ്ങ്, ബീട്രൂട്ട്, ഗ്രീൻ പീസും കൂടിയിട്ട് വേവിക്കാൻ വെച്ചത്. അപ്പോൾ അത് വെന്ത് നന്നായി ഉടച്ച് അത് നമ്മളുടെ ഈ ഒരു മസാല സെറ്റായി കഴിഞ്ഞാൽ മസാലയ്ക്ക് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളുടെ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുക കേട്ടോ. മല്ലിച്ചപ്പ് ലേശം കൂടിയോ എന്നൊരു ഡൗട്ട്, പിന്നെ അത് ഇട്ട് ഞാൻ അങ്ങോട്ട്. പിന്നെ അതിലേക്ക് ഇതുപോലെ ഞാൻ ഈ ഒരു ബട്ടറിൻ്റെ, ശരിക്കും ആ ബട്ടർ ഫുള്ള് ഇടേണ്ടിയിരുന്നു മസാലയ്ക്ക്. ഞാൻ ആ ബട്ടറിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഞാനിതാ ഈ ഒരു ബണ്ണ് നമുക്കിങ്ങനെ ബട്ടറിൽ ഇങ്ങനെ ഒന്ന് അപ്പുറം ഇപ്പുറം മറച്ചിട്ടെടുക്കണം, എന്നാലാണ് ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ബണ്ണ് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. മസാല ഒന്നും വേണമെന്നേ ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിങ്ങനെ ആക്കിയെടുക്കുക. സത്യം പറഞ്ഞാൽ അതിന് പാവ് ബജി എന്ന് പറയുമോ എനിക്കറിയില്ല. കാരണം പാവ് ബജിയുടെ മസാല ഒന്നുമല്ല കേട്ടോ അത്. ഞാനതിൽ ചിക്കൻ മസാലയും ഗരം മസാലയാണ് ഇട്ടിട്ടുള്ളത്. കാരണം അവർ പറയുന്ന ചാട്ട് മസാലയും കസ്തൂരി മീറ്റിയും നിൻ്റെ എടുത്തില്ല, അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ സെറ്റായിട്ട് അതൊക്കെ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുകി ഞാൻ മൊത്തം ഇളക്കി സെറ്റാക്കി ഞങ്ങളിതാ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ മസാലയും ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ആ ഒരു ഉള്ളിയും ഒക്കെ കൂടി കഴിച്ചാൽ നല്ല രസമാണ്. അതൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ അതിന് രസമായിരുന്നു. കുത്തബ്മിനാർ പോലെ തുണികൾ കൊടുത്തിട്ടത്, അത് മുഴുവൻ മടക്കി വെക്കാണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് പാത്രം വേഗം കഴുകി രാത്രിക്ക് കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കി കേട്ടോ. എനിക്കും പിള്ളേർക്ക് സത്യം പറഞ്ഞാൽ ചോറ് വേണമെന്നില്ല, കാരണം പാവ് ബജി കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേണ്ടിയിൽ കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മളുടെ പച്ചക്കറി അത്ര സുഖമില്ല, അപ്പോൾ അതിൻ്റെ കൂടെ എരിവുള്ള എന്തെങ്കിലുമൊക്കെ വേണം. പിന്നെ നമ്മളുടെ അച്ചാർ വൈകുന്നേരം ആകുമ്പോഴത്തേന് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങൊരു ചില്ലിക്കുപ്പിയിലേക്ക് ആക്കിയും കൂടെ വെച്ച് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാവ് ബജിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാ ഒരു മസാലയിൽ ബണ്ണൊക്കെ മുക്കി കഴിക്കണം, അത്ര തന്നെ. പിന്നെ അതിൻ്റെ ശരിക്കുള്ള മസാല ഒക്കെ വാങ്ങി കിട്ടണവർ അങ്ങനെയൊക്കെ വാങ്ങി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയാവട്ടെ. ഞാനിത് ആദ്യം വീഡിയോയിൽ കണ്ടിട്ടാണ് പിന്നെ വട്ടം പുറത്തുനിന്ന് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ മാത്രമല്ല, പിള്ളേർക്കും ഏട്ടനൊക്കെ നല്ല ഇഷ്ടമായി. അതിന് ശേഷം ഞാൻ വീട്ടിലിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഇതിൻ്റെ മസാല ഒന്നും നമ്മളെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കൻ മസാലയും ഗരം മസാല ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് മാത്രം. അപ്പോൾ സംഭവം കുഴപ്പമൊന്നുമില്ല. ആ ഉള്ളിയും ചെറുനാരങ്ങയൊക്കെ പിന്നിട്ട് അതും കൂടെ ഒക്കെ ആകുമ്പോൾ രസമാണ് കഴിക്കാൻ. പക്ഷേ ശരിക്കുള്ള മസാല ഇടുകയാണെങ്കിൽ അതിനേക്കാൾ അടിപൊളിയാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നവരെന്തെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. പിന്നെ കഴിക്കാത്തവരുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ കഴിച്ചോളുണ്ട്, സംഭവം അടിപൊളി കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.